കൊച്ചുമോളുടെ ഫോട്ടോ നോക്കിയിട്ടൊരു ആലോചന. എത്ര കാലമായ കുട്ടികളൊക്കെ ഒന്ന് കണ്ടിട്ട്. ഈ ഓണത്തിനെങ്കിലും അവിടുന്ന് വരുമോ? മരിക്കുന്നതിന് മുന്നേ എൻ്റെ മോനെയും കൊച്ചുമക്കളൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഗുളി കഴിക്കും. അതെ, നമുക്ക് മോനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ചിലപ്പോ അവരിങ്ങോട്ട് വരാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കാവും. വേണ്ടോ, അവരൊക്കെ വലിയ തിരക്കിലായിരുന്നു. അവർക്കൊക്കെ എന്തോ വരുമായിരുന്നെങ്കിൽ എൻ്റെ പെരുന്നാളവർ വരില്ലേ? താൻ വിളിക്കൊന്നും വേണ്ടോ. അവർക്ക് ചിലപ്പോൾ അതൊരു വിഷമം. ചിലപ്പോ കുട്ടികളെ വല്ല പ്ലാൻ ഉണ്ടാവും. ഈ കൊല്ലം നമുക്ക് ഒറ്റക്കാവാനാണ് മതി. അതുകൊണ്ട് നീ കിടക്കില്ലേ? വെള്ളവേ അമ്മ ആളെ വിളിക്കുന്നത്. ഹലോ അമ്മേ, പറ. മോനെ, ഓണല്ലടാ, മറ്റന്നാൾ നിങ്ങൾ എപ്പോഴാ വരുന്നേ? അച്ഛൻ നിങ്ങളെ കാത്തിരിക്കാ മോനെ. അത് ഞങ്ങള് തിരുവോണത്തിനന്ന് രാവിലെ എത്തും. ആണോ? എന്നിട്ട് എന്താ കുട്ടിയെ നേരത്തെ പറയാഞ്ഞേ? ഹോ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഞാൻ ഒന്നും ഒരുക്കിയിട്ടില്ലല്ലോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ആ, സാരില്ല, ഒരു ദിവസം ഉണ്ടല്ലോ, ഒക്കെ ശരിയാക്കാം. ഏയ്, അതൊന്നും വേണ്ടമ്മേ. എന്താ മോനെ? അമ്മേ, നമുക്ക് ഉച്ചക്കത്തെ സദ്യയൊക്കെ കഴിഞ്ഞ് അമ്പലപ്പുഴ ഒന്ന് പോവാം. അച്ഛൻ്റെ ഒരുപാട് വർഷത്തെ ആഗ്രഹമല്ലേ. നമുക്ക് സദ്യ കഴിച്ച് അപ്പോൾ തന്നെ പോയാൽ കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ നമുക്ക് അവിടെ എത്താം. പിന്നെ 2 ദിവസം അവിടെയൊക്കെ ചുറ്റിയൊക്കെ ഇറങ്ങി സ്ഥലങ്ങളൊക്കെ കണ്ട് അല്ലേ, നമ്മൾ സന്തോഷമായില്ലേ. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ തറവാട്ടിലൊന്ന് പോവാം. അവിടെയൊക്കെ ഒന്ന് കാണാമല്ലോ അല്ലേ, അച്ഛന് സന്തോഷമാവും. ശരി മോനെ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അച്ഛനും അമ്മയും കാത്തിരിക്കൂട്ടോ. എന്താ ശരി അമ്മേ, ഞാൻ കുറച്ച് തിരക്കില്ല. എന്താ അമ്മ വെച്ചോ. ശരി മോനെ. ഓ അമ്മേ, അതൊന്നുമില്ല, സന്തോഷ വർത്താനം പറയാനല്ലേ. നമ്മുടെ മോൻ വരുന്നുണ്ട് ഓണത്തിന്. ഇപ്പൊ വിളിച്ച് പറഞ്ഞതാ അവൻ വരുന്നുണ്ട്. കണ്ണട ഞാൻ കൊണ്ടുവന്നരാം.
എവിടെ സമയം, മക്കള് വരുന്നല്ലേ, എന്തൊക്കെ ഒരുക്കണം. അതാ അപ്പൊ നന്നായത്. എന്തേ? അവൻ പറയാനേ തിരുവോണത്തിനെ സദ്യ കഴിച്ചിട്ട് അമ്പലപ്പുഴ പോവാന്ന് അച്ഛന്റെ ആഗ്രഹല്ലേന്ന്. പിന്നെ തറവാട്ടിലും കൂടെ പോണെന്നാ കുട്ടി പറയണത്. ഓ, ഇവിടെ സദ്യ കഴിക്കാൻ മതി. അതെ. എന്നാലും ഊഞ്ഞാല് കെട്ടണം. അങ്ങനെ ഊഞ്ഞാലില്ലാന്ന് പറഞ്ഞ് ഇന്നെക്കൊണ്ട് വാശി പിടിച്ച് കെട്ടിച്ച് ഓർമ്മയുണ്ട് നീ. അതെ. എന്നാലേ ആ ഗോപിയെ വിളിച്ചിട്ട് നാളെ തന്നെ ഊഞ്ഞാല് കെട്ടിക്കോളൂ. പിന്നെ മക്കൾക്ക് വേണ്ടിട്ട് ഇത്തിരി വറുവലും പലഹാരമൊക്കെ ഉണ്ടാക്കാല്ലേ നാളെ. മണിയായിട്ടുള്ളൂ, ഇപ്പൊ നേരം വെളുത്ത് കിട്ടണ്ടേ. ഇതാ അപ്പൊ നന്നായത്. നാളെ ആവാനേ ഒത്തിരി സമയമുണ്ട്. ഇങ്ങനെ മനസ്സമാധാനായിട്ട് കിടക്കാൻ നോക്ക്. ശരി, അതെ, ഞാൻ വന്നൊരു കാര്യം പറയാനാ. എന്താ ചെയ്യാ പറയ്. അതെ, ഇക്കൊല്ലം ഓണത്തിന്റെ ആഘോഷം എന്റെ ഫ്രണ്ടിന്റെ ആലപ്പുഴ റിസോർട്ടിൽ വെച്ച് നടത്താനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ പോകുമ്പോ നിങ്ങളും കൂടി വരാമോ? ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ ആരുമില്ലല്ലോ. അപ്പൊ നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ ഒരു സന്തോഷമായേനെ. അയ്യോ മോനെ, അശോകനും മക്കളും നാളെ വരും. അതിന്റെ ഒരു ഒരുക്കത്തിലാണ് ഞങ്ങളെ. ഇന്ന് ഞങ്ങൾ അശോക് വരുമെന്ന് പറഞ്ഞത്. ഇല്ലാച്ച ഞങ്ങളും വന്നേ. അത് സാരല്ലേട്ടാ, നമ്മക്ക് എപ്പോ വേണേലും പോവാലോ. അവരല്ലേ ഇവിടെ ഇല്ലാത്തുള്ളൂ. എന്തായാലും ഞങ്ങള് നാളെ ഒന്ന് പോകും, വന്നിട്ട് കാണാം. അപ്പൊ നിങ്ങള് ഒരുക്കണൊക്കെ കളി. ആ ശരി. കാണാനല്ലേ അവരെ. ഒന്ന് വിളിച്ചു നോക്കൂ. റേഞ്ച് ഇല്ല തോന്നുന്നു, കിട്ടണില്ല. ആ, യാത്രയല്ലേ അതാകും. ഈ ഒന്നുകൂടി വിളിച്ചു നോക്കിയേ. എത്ര പ്രാവശ്യം വിളിക്കണേ, റേഞ്ച് ഇല്ല. വിളിച്ചു നോക്ക്. ഇപ്പോഴും അങ്ങനെ തന്നെയാ പറയണത്. പിന്നെ നേരോട് നോക്കാം. ഈ ഗ്ലാസ് വെള്ളം കൊടുത്തേ. ഒന്ന് വിളിച്ചു നോക്കാം. ബെല്ലടിക്കണ്ടല്ല. ആ, ഹലോ മോനെ, എവിടെ എത്തി നിങ്ങള്? മനസ്സിലാവുന്നില്ല. അല്ല മോനെ, നിങ്ങൾ പുറപ്പെട്ടിട്ടില്ല ഇതുവരെ? ഞങ്ങൾ വരുന്നുണ്ടെന്നോ? ആരും അച്ഛനോട് ഇതൊക്കെ പറഞ്ഞേ? അമ്മ പറഞ്ഞതല്ലോ. അമ്മയോ? അമ്മക്ക് ഇത്ര ഭ്രാന്താണ് അച്ഛ. ഇവിടെ 100 കൂട്ടം പണി നടക്കുമ്പോ ഈ ഓണായിട്ട് ഞങ്ങളിപ്പോ അങ്ങോട്ട് വരാം. അത് ഓണം കയറാൻ മൂലയിൽ മാത്രമല്ല, മൂത്രവും ചാണകത്തിലൊക്കെ മണല്ല അവിടെ ഇല്ലേ? ഇല്ല അച്ഛ, ഞങ്ങൾ ഒരുപാട് പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോ ആലപ്പുഴ പോവാണ്. അത് ഹൗസ് ബോട്ടൊക്കെ ബുക്ക് ചെയ്തു. ഒരു ഓണായിട്ട് ഓണം കയറാൻ പോലെ വന്നിട്ട് ബക്കോട്ടി ഇരിക്കാനാ ഞങ്ങളൊക്കെ ബുക്ക് ചെയ്തു പോയി. ആ, അവിടുത്തെ മൂത്രവും ചാണകം എന്റെ മക്കൾക്ക് തീരെ ഇഷ്ടമല്ല. ഉറക്കണ്ടല്ല അവിടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ. അച്ഛൻ ഫോൺ ഇട്ടീര്, ഒരുപാട് പരിപാടി ഉണ്ട്. ഞാൻ വിളിക്കാം.
ഉറക്കായോ? ദേ വെള്ളതാ. ഏയ് ഏയ് ഏട്ടാ 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 ഏട്ടാ